വീട് നമ്മുടെ മനുഷ്യരുടെ ചിരകാല സ്വപ്നങ്ങളിൽ ഒന്നാണല്ലേ. ഒരു ചെറിയ വീട് വെക്കണമെങ്കിൽ വലിയ കഷ്ടപ്പാടുണ്ട് അതിന് പിന്നിൽ. നിങ്ങൾക്ക് വീട് വേണോ? വേണമെങ്കിൽ ഉടനെ വണ്ടി കയറിക്കോ ജപ്പാനിലേക്ക്. ജപ്പാനിൽ വെറുതെ കിടക്കുന്നത് എത്ര വീടുകളാണെന്ന് നിങ്ങൾക്കറിയാമോ? 90 ലക്ഷം വീടുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ജപ്പാനിൽ സംഭവിക്കുന്നത് എന്താണ്? പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ആഭ്യന്തര ആശയവിനിമയ മന്ത്രാലയം സമാഹരിച്ച കണക്കുകൾ പ്രകാരം ജപ്പാനിലെ എല്ലാ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളിലും 14% ഒഴിഞ്ഞുകിടക്കുന്നു. ഇത് ന്യൂയോർക്ക് നഗരത്തിൽ താമസിക്കുന്നവരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ്. ജപ്പാനിലെ ജനസംഖ്യ കുറയുന്നതാണ് ആളുകളില്ലാത്ത വീടുകളുടെ ഈ ഗണ്യമായ വർധനവിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ജപ്പാനിലെ ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ അക്കിയ എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ട് ജപ്പാനിലെ വീടുകൾ വിജനമാകുന്നു? ഇത് യഥാർത്ഥത്തിൽ വളരെയധികം വീടുകൾ പണിയുന്നതിൻ്റെ പ്രശ്നമല്ല, മറിച്ച് ആവശ്യത്തിന് ആളില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ജപ്പാനിൽ ഇപ്പോൾ പ്രായമായവർ ഏറെയാണ്. രാജ്യം കുറഞ്ഞ ജനന നിരക്കിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ജപ്പാനിലെ ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നതിനാൽ പല അക്കിയ ഉടമകൾക്കും അവരുടെ വീടുകൾ കൈമാറാൻ അവകാശികളില്ല. ചില സമയങ്ങളിൽ ആളുകൾ നഗരങ്ങളിലേക്ക് മാറി താമസിക്കുകയും യുവാക്കൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുകയും ചെയ്യാത്ത സാഹചര്യങ്ങളുണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീട് വേണേൽ വണ്ടി കയറിക്കൊള്ളൂ എന്ന്. തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ജപ്പാനിൽ പോയാലും അത്ര പെട്ടെന്നൊന്നും ഈ അക്കിയ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല. കാരണം ഈ അക്കിയകൾ വിൽക്കുക എന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജപ്പാനിൽ അക്കിയകൾ വാങ്ങുന്നത് ഒരു വിദേശിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജാപ്പനീസ് സംസാരിക്കാത്ത, ജാപ്പനീസ് നന്നായി വായിക്കാനോ എഴുതാനോ കഴിയാത്ത ഒരാൾക്ക് അത്തരം വീടുകൾ വാങ്ങുന്നതിന് പിന്നിലെ ഭരണപരമായ പ്രവർത്തനങ്ങളും നിയമങ്ങളും എളുപ്പമല്ല എന്നുള്ളതാണ് കാര്യം. വിദേശികൾക്ക് ഈ വീടുകൾ കുറഞ്ഞ വില ലഭിക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ജപ്പാൻ. സമ്പദ് വ്യവസ്ഥയിൽ മാത്രമല്ല, വികസനത്തിലും സാങ്കേതിക വിദ്യയിലും ജപ്പാൻ മുന്നിലാണ്. അങ്ങനെയുള്ള ജപ്പാനിൽ രാജ്യത്ത് ഉപേക്ഷിക്കപ്പെട്ട വീടുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അക്കിയ വീടുകളിൽ മറ്റൊരു നൂലാമാല കൂടി കിടക്കുന്നുണ്ട്. അതായത് ഈ അക്കിയ വീടുകളിൽ താമസിക്കുന്നവരുടെ മരണശേഷം വസ്തുവിൻ്റെ പകുതി ബന്ധപ്പെട്ട വ്യക്തിയുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ നൽകണം. ബാക്കിയുള്ളത് അവരുടെ അവകാശികൾക്ക് നൽകണം. എന്നാൽ ജപ്പാനിൽ സ്വത്ത് കൈമാറാൻ മരിച്ചയാളുടെ അവകാശികളെ കണ്ടെത്തുക അസാധ്യമാണ്. അതുകൊണ്ട് ജപ്പാനിൽ നിരവധി വീടുകൾക്ക് പിന്തുണയില്ലാതെ പോകുന്നതിൽ രാജ്യം വളരെ വലിയ ആശങ്കയിലാണ്. കൂടാതെ പലരും ജോലിക്കായി വിദേശത്തേക്ക് പോകുന്നു. പോയവർ ഒരിക്കലും തിരിച്ചു വരുന്നതുമില്ല. അവരുടെ വീടുകളും അന്യാധീനപ്പെട്ടു പോകുന്നു. ജപ്പാനിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ പ്രവണത കൂടുതലായി കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് നഗരവാസികൾക്കിടയിലും കൂടുതലായി കാണപ്പെടുന്നതായി പറയപ്പെടുന്നു. രാജ്യത്തെ ജനസംഖ്യയിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ജപ്പാനിലെ ജനസംഖ്യ കുറയുന്നതിന്റെ സൂചനയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ 13 വർഷമായി ജപ്പാനിലെ ജനസംഖ്യ ഗുരുതരമായ ഇടിവ് നേരിടുന്നു എന്നൊരു കാര്യവും ശ്രദ്ധേയമാണ്. ഡിമാൻഡുള്ള ഈ അക്കിയ വീടുകൾ കാരണം രാജ്യത്ത് വികസനം നിറവേറ്റാൻ കഴിയുന്നില്ല എന്നതും പറയുന്നുണ്ട്. മാത്രമല്ല, ഇതേ സ്ഥിതി തുടർന്നാൽ ജപ്പാൻ അമിതമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കുമെന്ന് ഭരണാധികാരികൾ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജപ്പാനിലെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.